പാലാ നഗരസഭാ ചെയർപേഴ്സൺ ദിയ ബിനുവിനെതിരെ മുൻ ചെയർപേഴ്സൺ ബെറ്റി ഷാജുവിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾക്ക് മറുപടിയുമായി ബിനു പുളിക്കക്കണ്ടം. കൗൺസിലിൽ ചർച്ച നടക്കുമ്പോൾ ഉറങ്ങുന്ന അധ്യക്ഷരെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരു തവണ 4ാമത്തെ അജണ്ട ചർച്ച ചെയ്യുമ്പോൾ അധ്യക്ഷൻ ഉറങ്ങിപ്പോവുകയും ഉറക്കമുണർന്നപ്പോൾ 8ാമത്തെ അജണ്ട വായിക്കുകയും ചെയ്ത സംഭവവും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ചെയർപേഴ്സൺമാരുടെ ഭർത്താക്കന്മാരും ഇതര കൗൺസിൽ അംഗങ്ങളുമാണ് അഭിപ്രായ പ്രകടനം നടത്താറുള്ളത്. ചെയർപേഴ്സണെ പറ്റി, നിലവിലെ ചെയർപേഴ്സണെ പറ്റി എന്തെല്ലാം ആക്ഷേപകരമായ പരാമർശങ്ങളാണ് നടത്തിയത്, എന്തെല്ലാം ആക്ഷേപകരം. ഇവിടെ മുതിർന്ന മാധ്യമപ്രവർത്തകരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡയസിലിരുന്ന് കൂർക്കം വലിച്ച്, മൈക്കിൽ കൂടി കൂർക്കം വലി കേട്ട് കൂർക്കം വലിച്ചുറങ്ങുന്ന ചെയർപേഴ്സൺ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ കൗൺസിലറായിരുന്നു. 4 അജണ്ട വായിച്ചു. 4ാമത്തെ അജണ്ടയുടെ ചർച്ച നടക്കുമ്പോൾ കൂർക്കമ്പലം കേട്ട് എല്ലാവരും നോക്കുമ്പോൾ ഡയസിലിരുന്ന് ചെയർപേഴ്സൺ ഉറങ്ങുന്നു. കുറച്ച് കഴിഞ്ഞ് ഉണർത്തിക്കഴിഞ്ഞ് ചോദിക്കുമ്പോൾ 8ാമത്തെ അജണ്ട വായിക്കുന്നു. അങ്ങനെ യാതൊരു കാര്യവും പഠിക്കാതെ വന്ന ചെയർപേഴ്സൺമാർ ഇവിടെ ഉണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാവരും ആക്ഷേപം ഉന്നയിച്ച പോലെ ഇവിടെ കൗൺസിൽ അല്ലാത്ത ഒരാൾ, ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ചീഫ് വിപ്പിൻ്റെ സ്റ്റാഫിലുള്ള ഒരു വ്യക്തി 24 മണിക്കൂർ ഇവിടെ വന്നിട്ട് നഗരഭരണം നിയന്ത്രിച്ചു. ഉദ്യോഗസ്ഥർക്ക് അതൃപ്തി പ്രകടിപ്പിച്ച് അവരിവിടെ ബ്രണ്ട് ഡൗൺ സ്ട്രൈക്ക് നടത്തി. അങ്ങനെ നിരവധിയായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു നഗരസഭാ കൗൺസിൽ എന്ന രീതിയിൽ, ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് മാത്രമല്ല, ഒരു നഗരസഭാ കൗൺസിൽ എന്ന രീതിയിൽ തുടർച്ചയായി 5ാമത് തവണ ജയിച്ചു വന്ന് ഇവർ അവകാശപ്പെടുന്ന പോലെ സീനിയോറിറ്റി ഉണ്ട് എന്ന് അവകാശപ്പെടുന്നില്ലെങ്കിലും 5 ടൈമിലെ പരിചയമുള്ള അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ കൗൺസിൽ പറയുന്നതിന് എന്താണ് തെറ്റ്? നിലവിൽ ചെയർപേഴ്സണിൻ്റെ അച്ഛൻ എന്ന നിലയിലല്ല, 5 ടീമുകളിലെ അനുഭവ പരിചയം വെച്ചുകൊണ്ടാണ് താൻ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കാറുള്ളതെന്നും ബിനു പുളിക്കക്കണ്ടം പറഞ്ഞു.